ഇവിടെ ഒരു സതീശനോ സണ്ണി ജോസഫോ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ജയിച്ചോളണമെന്നില്ല. ടൈറ്റാവും മത്സരം. പഴയ മരീസി വാക്കോറാവില്ല. റിയാസ് കുറച്ച് പേർക്കും ഒന്നും കൂടി കളവ് നടക്കും നാട്ടിൽ. ഒന്നും കൂടി കളവ് നടക്കും. അതേപോലെ പെരുങ്കള്ളനെ ഇവിടെ കൊണ്ട് മത്സരിപ്പിക്കുക. UDF അവസരവാദിയല്ലേ? എവിടെയൊക്കെ പോകത്തന്നെയായിട്ടുള്ള പോകത്ത് അവിടെ UDF ജയിക്കുകയുള്ളൂ. കേരളത്തിൽ പറഞ്ഞ UDF കിട്ടുകയുള്ളൂ. പിണറായി വിജയന് അവൻ കള്ളനാണ്, അമ്പലക്കള്ളനാണ്, കിട്ടിയത്. അപ്പോൾ ഏത് അതൊക്കെ ജനിച്ചെന്നുള്ള പേര് ഇപ്പം നന്നായിട്ട് അറിയണമല്ലോ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ അംഗത്തിന് കളമൊരുങ്ങുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. കോഴിക്കോട് ബേപ്പൂരിൽ നിന്നാണ് ആദ്യമായി ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായിരിക്കുന്നതും കോഴിക്കോട് ബേപ്പൂരിലാണ്. UDFൻ്റെ സ്ഥാനാർത്ഥിയായി PV അൻവറിനെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രതികരണത്തോട് എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്? PV അൻവർ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയായി വരുന്നതിനോട് എങ്ങനെ കോഴിക്കോട് ജനങ്ങൾ പ്രതികരിക്കുന്നു എന്ന് പരിശോധിക്കുകയാണ് കേരള വിഷൻ ന്യൂസ്. ചാൻസ് PV അൻവറിനായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. റിയാസിന് മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിക്കേണ്ടി വരും. ചിലപ്പം മുഖ്യമന്ത്രി വരെ ഇവിടെ കേന്ദ്രീകരിക്കേണ്ടി വരും. എന്നിരുന്നാലും ചാൻസ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ 143 വോട്ടിന് അവിടെ റിയാസിന് മെച്ചമുള്ളൂ. അപ്പോൾ അത് കവർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഈ തകർച്ച കണ്ടിട്ട് PV അൻവറിനാണ് ഞാൻ ചാൻസ് കാണുന്നത്. ഭരണ തകർച്ചയുണ്ട്. ടൈറ്റാവും മത്സരം. പഴയ മരീസി വാക്കോറാവില്ല. റിയാസ് കുറച്ച് പേർക്കും അത് 50-50 ആണ്. റിയാസിന് ചെറിയൊരു മുൻതൂക്കമുണ്ട്. എന്നാലും പ്രവചനം ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ടും അറിയുന്നുള്ള അനുസരിച്ചിരിക്കും ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ. PV അൻവർ നല്ലൊരു തീരുമാനമാണ്. റിയാസിന് നല്ലൊരു എതിരാളിയാണ്. PV അൻവർ ജയിച്ചു വരുമെന്നാണ് കരുതുന്നത്. ഒന്നും കൂടി കളവ് നടക്കും നാട്ടിൽ. ഒന്നും കൂടി കളവ് നടക്കും. PV അൻവർ പുലിയാണ് ജയിക്കാൻ ചെയ്യും. PV അൻവർ എങ്ങനെ? PV അൻവറിനെ കെട്ടിച്ച് വെച്ചിട്ടില്ല. ബേപ്പൂരാണ് സ്ഥലം. അതേപോലെ പെരുങ്കള്ളനെ ഇവിടെ കൊണ്ട് മത്സരിപ്പിക്കുക. UDF ബേപ്പൂർ മണ്ഡലം പ്രത്യേകിച്ച് അൻവറാകുമ്പോൾ അയാൾ എന്താ ഇതേക്കൂട്ട് കാലം വരെ ഉള്ള കള്ളത്തിനൊപ്പം കാണിച്ചാൽ കോടികൾ സമ്പാദിച്ചല്ലേ. ജനങ്ങൾ തിരിച്ചടിക്കും, അനവറെ പൊട്ടിക്കും. റിയാസ് ജയിക്കും. അങ്ങനെ ഇടത് മുന്നണി ആരാണെന്ന് വെച്ചാൽ അയാൾ റിയാസിന് കണക്കൊന്നുമില്ല. CPM ഒരു സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുക, ആൾ ജയിക്കും. റിയാസാണ് ജയിക്കുക. റിയാസാണ് LDF ജയിക്കുള്ളൂ. ആ നല്ല ഇടത് വോട്ടാണ്. ഇടത് വോട്ട് മാത്രമല്ല നല്ല ഇതാണ്. അൻവർ എന്തിനാണ് അവിടേക്ക് വരുന്നത് എന്നുള്ളത് ഇപ്പം മുഹമ്മദ് റിയാസാണ് മത്സരിക്കുക എന്നുള്ള അല്ലേ ആ ഒരു ധ്വനി നിലവിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നോക്കുകയാണെങ്കിൽ അത്ര അത്യാവശ്യം നല്ല ഉശിരനായിട്ടുള്ളതും അതുപോലെ നിലപാടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് റിയാസ്. ആ നിലപാടിനനുസരിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെ ഒന്ന് അടിച്ചു പൊളിക്കുക എന്ന രീതിയിൽ ആണ് അൻവർ വരുന്നതെങ്കിൽ അത് വളരെ നിരാശാജനകമായിട്ട് തന്നെ തിരിച്ചു പോകാം. അൻവർ വരിക എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കിനെ പഠിക്കണം. പൊളിറ്റിക്കിനെ പഠിച്ച മറ്റാൾ പൊളിറ്റിക് ഗിമ്മിക്സാണ് മറ്റാൾ കളിക്കുന്നത്. അവർ സ്ഥിരമായിട്ട് ഇയാളാണെങ്കിൽ പല സ്ഥലം ഇത് പറഞ്ഞ പോലെ പല ഇതെന്ന് വരുന്ന ആൾ. സത്യത്തിൽ ബേപ്പൂരിലെ ജനങ്ങളുടെ പൾസറിയണം. ആ വികാരത്തിനനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തു. ഇവിടെ ഒരു സതീശനോ സണ്ണി ജോസഫോ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ജയിച്ചോളണമെന്നില്ല. അൻവറിന് എന്താ വെച്ചാൽ അയാൾ ഒറ്റയാൻ പോരാട്ടമാണ്. ആ വിജയം അൻവറിന് എപ്പോഴും ഉണ്ടാവും. ശരിക്കും ഉയർക്കേണ്ടി വരും. ഓ തീർച്ചയായിട്ടും അൻവർ ഒരു 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ഇരിക്കും. റിയാസ് ജയിക്കും. റിയാസ് എന്താ ഒരു നമുക്ക് പറയുമ്പോൾ ഒരു കാരണം ഉണ്ടാവില്ലേ? കാരണമില്ല. റിയാസ് നല്ലൊരു മന്ത്രിയാണ്. അങ്ങനെ അതാണ് ആയിരിക്കും. അല്ല, ഞാൻ വെറുതെ പറഞ്ഞു. എന്തായാലും ഈ രാഷ്ട്രീയം നിരീക്ഷിക്കാറുണ്ടോ? ഇങ്ങനെ ഇവരുടെ വേറെ തന്തൊക്കെ ജനിച്ചൊക്കെ UDF വരുമെന്ന് പറഞ്ഞല്ലേ പ്രഖ്യാപിച്ചു. ഞാൻ വേറെ തന്തൊക്കെ ജനിക്കണമെന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നല്ലോ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഏത് തന്തൊക്കെ ജനിച്ചെന്നുള്ള പേര് ഇപ്പം നന്നായിട്ട് അറിയണമല്ലോ. രാജ്യത്തെ ജനങ്ങൾ അത്രയും വിഡ്ഢികളാണോ? പ്രത്യേകിച്ച് ബേപ്പൂരിലുള്ള ജനങ്ങളൊക്കെ. പിന്നെ റിയാസ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ 5000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടാവും. റിയാസ് ഉറപ്പായിട്ടും ജയിക്കും. ഉറപ്പാണ്. അങ്ങനെ പറയുന്നില്ല, പക്ഷെ എന്തായാലും റിയാസ് ജയിക്കും. ജയിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ റിയാസ് ജയിക്കാൻ സാധ്യത കൂടുതൽ. പ്രകടനം മീൻസ് റിയാസിൻ്റെ ഭൂരിപക്ഷം വളരെയധികം കുറയുന്നു മാത്രമല്ല റിയാസ് തന്നെ ജയിക്കാനാണ് സാധ്യത കൂടുതൽ. കോൺഗ്രസിൻ്റെ UDFൻ്റെ വോട്ടുകൾ കേന്ദ്രീകരിച്ചിട്ട് പിന്നെ
മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ റിയാസ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഊഹാപോഹം. പിന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ. പിന്നീട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അഴിമതി, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണവിരുദ്ധ വികാരം, പിന്നെ അൻവറിൻ്റെ മാൻ പവർ, ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ബേപ്പൂർ മണ്ഡലത്തിൽ ഇദ്ദേഹം വിജയിക്കുകയും കേരളത്തിലാകമാനം UDF എത്തുന്ന ഒരു സാഹചര്യം ജനങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. റിയാസ് തന്നെ വരണം എന്നാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ ഇത്രയും ഇപ്പോൾ ഈ 10 കൊല്ലത്തിനിടക്ക് ഈ കോഴിക്കോട് നല്ല മാറ്റം വന്നിട്ടുണ്ട്. കോഴിക്കോടല്ല, കേരളത്തെ ഒട്ടാകെ നല്ല മാറ്റമാണ് വന്നത്. അൻവർ ജയിക്കൊന്നുമില്ല. അൻവർ ജയിക്കും, പൈച്ചുണ്ടാവും, അത്രയേ ഉള്ളൂ. അൻവർ ജയിക്കുന്ന എങ്ങനെയാ പറയാ? അൻവർ ജയിക്കുന്നില്ല. അവസരവാദിയല്ലേ? എവിടെയൊക്കെ പോകത്തന്നെ ഇടയുള്ള പോകത്ത് എവിടെയൊക്കെ പോയി നിങ്ങൾ തന്നെ ആലോചിക്കും, ജനങ്ങൾ ആലോചിക്കട്ടെ. എന്താ അഭിപ്രായം? എന്താ നാട്ടുകാർ പറ? UDF ജയിക്കുള്ളൂ. അൻവർ ജയിക്കാൻ നല്ല സ്ഥാനാർത്ഥിയാണത്. റിയാസിനെ നല്ല സ്ഥാനാർത്ഥിയാണ്. അവിടെ UDF ജയിക്കുകയുള്ളൂ. കേരളത്തിൽ പറഞ്ഞ UDF കിട്ടുകയുള്ളൂ. പിണറായി വിജയന് അവൻ കള്ളനാണ്, അമ്പലക്കള്ളനാണ്, കിട്ടിയത്. മാറിയെന്ന് വരട്ടെ, എല്ലാവരും ഭരിക്കട്ടെ, ഒന്ന് അറിയട്ടെ. എല്ലാവരും വെറുതെ മുട്ടിയാലും തെറ്റും ശരിയൊക്കെ പറയുന്നത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പോൾ എല്ലാം ഒന്ന് മാറി വരുമ്പോൾ എല്ലാവർക്കും എല്ലാവരെ പറ്റി അന്ന് വന്നിട്ട് എല്ലാവരും ഒന്നും അതും അറിയട്ടെ, എല്ലാം അറിയണോ. പലരും പറയുന്നത് ആര് ജയിക്കുമെന്നതിനേക്കാൾ PV അൻവർ വരുമ്പോൾ ബേപ്പൂരിൽ ശക്തമായൊരു പോരാട്ടം നടക്കുമെന്നുള്ളതാണ്. അൻവർ ജയിക്കുമെന്ന് പറയുന്നവരുമുണ്ട്, റിയാസ് ജയിക്കുമെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ കടുത്ത പോരാട്ടത്തിനായിരിക്കും ഇത്തവണ ബേപ്പൂർ സാക്ഷിയാവുക. അത് കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തമായ പോരാട്ടമായിരിക്കുമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്ന കാര്യമാണ്. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.